റോഡിന് നടുവിൽ ഒരു കിണർ. ഇടുക്കി കുരുതിക്കളത്തെ വഴിക്കിണർ വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട സാധനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് കിണറിൻ്റെ കൈവരി പൂർണ്ണമായും തകർന്നുപോയി. കിണർ ഉടനടി പുനർനിർമ്മിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. മതിലിടിഞ്ഞ കിണറിൻ്റെ കഥയിലേക്ക്. ഇടുക്കിയുടെ മലമടക്ക് ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ ആദ്യം വരവേറ്റിരുന്നത് കുരുതിക്കളത്തെ ഇക്കാണുന്ന കിണറായിരുന്നു. എന്നാൽ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ വഴിക്കിണർ കഴിഞ്ഞ ദിവസം തകർക്കപ്പെട്ടു. 1952 കുതിരക്കളം മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായി പിറവിയെടുത്തതാണ് ഈ വഴിക്കിണർ. പിന്നീട് 58 റോഡ് വികസിച്ചു. എന്നാൽ വഴിക്കിണർ പൊളിച്ചു മാറ്റാൻ റോഡിന് ഭൂമി വിട്ടു നൽകിയ പുളിക്കൽ ചാക്കോയും സഹോദരൻ ഫിലിപ്പോസും സമ്മതിച്ചില്ല. അന്ന് മുതൽ മല കയറുന്ന വിനോദസഞ്ചാരികളെ കാത്ത ഈ ജലസ്രോതസ് ഇവിടെയുണ്ട്. വേറെ പരിസരത്ത് നമുക്ക് വെള്ളമില്ല. അപ്പോൾ നമ്മൾ സ്ഥലം വിട്ടുകൊടുത്താൽ കൂടുതൽ കയറിയാൽ വിട്ടുകൊടുക്കുക, എന്നാലും കുഴപ്പമില്ല. കണ്ടു കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ളതാണ് കുടികൊള്ളാനുള്ള ഏറ്റവും ആവശ്യം. അതിൻ്റെ പേരിൽ നമ്മൾ കണ്ടു കളയാൻ സമ്മതിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാത വാഹനമിടിച്ച വഴിക്കിണറിന്റെ കൈവരികൾ തകർന്നിരുന്നു. വേനലിൽ പോലും വറ്റാത്ത കിണർ തകർന്നതിന്റെ നിരാശയിലാണ് നാട്ടുകാർ. ഒപ്പം സാമൂഹ്യ വിരുദ്ധർ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി വഴിക്കിണറിനെ മാറ്റുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വികസന മാതൃകയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ കിണർ ഉടൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിനിൽ കാശിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. എന്തായാലും ആ കിണർ അത്യാവശ്യമായി നന്നാക്കണം. ആ റോഡിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് ആ കിണർ കിടക്കും. മാത്രമല്ല കുടിവെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു കിണറാണെങ്കിൽ റോഡിന് നടുവിൽ ഇങ്ങനൊരു സംഭവം ഉള്ളത് ഗംഭീരമായിരിക്കും. 24 2 വർഷത്തിന്റെ നിറവിൽ